ഹായ് ഗായ്സ്, അങ്ങനെ ജോബീസ് ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ആദ്യത്തെ ഓഫിന് കുക്ക് ചെയ്യാൻ കയറിയേക്കാണ്. നമ്മുടെ കാരാവില്ല ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണാണ്. അവിടെ ഈ നപ്പാസ് സ്പെഷ്യലാണ്. ഇത്രയും ദിവസം അമ്മ മക്കൾക്ക് ചോറും കറിയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടൊരു വിലയില്ല. അതുകൊണ്ട് നപ്പാസ് സ്പെഷ്യലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എന്താ ഉണ്ടാക്കുന്നതെന്ന്. ചിക്കൻ സാൻഡ്വിച്ചാണ് അപ്പയുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണാണ്. കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുരുമുളക് പൊടിയും നാരങ്ങയും ഉപ്പും ഒക്കെ ഇട്ട് മഞ്ഞളും ഒക്കെ ഇട്ട് ചിക്കൻ ചുമ്മാ വേവിച്ചെടുത്ത് ബ്രസ്റ്റ് പീസ് അത് വേവിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു. ആവശ്യത്തിന് വേവിച്ചിട്ട് നമ്മൾ റൂമിലെത്തി. ബാക്കിയുള്ള പ്രിപ്പറേഷൻ റൂമിലാണ്. ചിക്കൻ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ്യൂസ് നമ്മളൊരു ലുലുന്ന് സാൻഡ്വിച്ച് മേക്കർ വാങ്ങിച്ചായിരുന്നു, കൈ കൊണ്ട് ഇങ്ങനെ വടിക്കുന്നത്. അത് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിനകത്ത് ലെറ്റ്യൂസ് കട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ ചിക്കൻ സ്മാഷ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ ചിക്കനും ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതിനകത്ത് ഇട്ടെടുത്തപ്പോഴേ നമുക്ക് കിട്ടി കേട്ടോ. ഞങ്ങൾ മിക്സിയൊക്കെ എടുത്ത് വെളിയിൽ വെച്ചായിരുന്നു, പക്ഷേ മിക്സി ഇല്ലാതെ ഇതുണ്ടായിരുന്നുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു നമുക്ക്. അങ്ങനെ പൊടിഞ്ഞ് കിട്ടി ചിക്കൻ. ലെറ്റ്യൂസ് ഇട്ടു, ചിക്കൻ ഇട്ടു, അടുത്ത് കുരുമുളക് പൊടി ഇട്ടു. നമുക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി അതിനകത്ത് കുറച്ചുപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ടു, ലെമൺ ജ്യൂസ് ഒഴിച്ചു. ഒക്കെ നമ്മുടെ ഒരു കൈക്കണക്കാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കുരുമുളക് പൊടിയും. പിള്ളേർക്കെല്ലാം അപ്പോൾ കുരുമുളക് പൊടി ഇടണം എന്നൊരാഗ്രഹം. അപ്പോൾ പിള്ളേരെല്ലാവരും വന്ന് അവനവൻ്റെ വീതം ഇടുന്നതാണ്. പിന്നെ അപ്പുറം ജോബീസ് മയോണീസ് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ലെറ്റ്യൂസ് ഇവിടുത്തെ ലെറ്റ്യൂസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കൈയുടെ അത്രയും. അപ്പോൾ എന്നാ ഗുണമെന്ന് ചോദിച്ചാൽ ഒരു ലീഫ് പോലും കളയേണ്ട ആവശ്യമില്ല. എല്ലാ ലീഫും നമുക്ക് യൂസ്ഫുള്ളാണ്. അത് പിള്ളേർക്ക് കഴിക്കാനും ഇഷ്ടപ്പെട്ടു. നമുക്കൊന്നും വേസ്റ്റ് കളയാനൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ചിനുള്ള ഇതെടുത്ത് വെച്ചു. ഇത് പിള്ളേർക്ക് സാൻഡ്വിച്ചൊക്കെ ആയിട്ട് കൊടുത്താൽ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് ചെയ്യണം. നമുക്ക് വീട്ടിൽ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി പെട്ടെന്നൊരു സാൻഡ്വിച്ച് ലെറ്റ്യൂസും വെച്ച് ബ്രെഡിനകത്ത് നമ്മുടെ സാൻഡ്വിച്ച് എടുത്ത് വെച്ച് ചിക്കൻ്റെ ഇതിലൂടെ വെച്ച് ലെറ്റ്യൂസാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഹോട്ടലിലായതുകൊണ്ട് സൗകര്യമൊക്കെ വളരെ കുറവാണ്. ഒരു റൂമല്ലേ നമുക്കുള്ളൂ. അതിനകത്ത് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. സെറ്റായി നമ്മൾ വീടൊക്കെ എടുത്ത് കഴിയുമ്പോഴേ സെറ്റാകത്തുള്ളൂ. ചേട്ടൻ്റെ ബൈറ്റാണ് അപ്പയുടെ സാൻഡ്വിച്ച്. അമ്മ ഇത്രയും ദിവസം കുക്ക് ചെയ്തിട്ടും അപ്പയ്ക്കൊരു ഓഫ് കിട്ടിയപ്പോൾ അപ്പയുടെ സാൻഡ്വിച്ചിനാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. മക്കൾ പറഞ്ഞു എല്ലാ ദിവസവും ഞങ്ങൾക്ക് സാൻഡ്വിച്ച് മതി, അമ്മയുടെ ചോറും കറിയൊന്നും വേണ്ട. അവർക്ക് ഇപ്പോഴും ഓസ്ട്രേലിയൻ ഫുഡ് സാൻഡ്വിച്ചസ് മാത്രം മതി. ബൈ.